US തനി നിറം കാട്ടി. റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അതെ, അമേരിക്ക തനി നിറം കാട്ടി. സമാധാന സ്ഥാപകൻ ഒരിക്കൽ കൂടി തന്റെ യഥാർത്ഥ നിറം കാണിച്ചിരിക്കുകയാണ്. മെദുദ് ടെലഗ്രാമിൽ കുറിച്ചു. ഇറാനുമായുള്ള എല്ലാ ചർച്ചകളും വെറുമൊരു മറ മാത്രമാണ്. അതിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയിലെത്താൻ ആരും യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുക്കാം. ഇങ്ങനെ ആക്രമിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമാധാന ചർച്ച? എന്തിനാണ് അമേരിക്ക 4ാം ഘട്ട ചർച്ച അംഗീകരിച്ചത്? ആക്രമണങ്ങൾക്ക് മുന്നോടിയായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ US സൈനിക വിന്യാസമാണ് മിഡിൽ ഈസ്റ്റിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ജനുവരി അവസാനത്തോടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും 3 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും എത്തിയതോടെ മേഖലയിലെ യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും അതിനൊപ്പമുള്ള 4 ഡിസ്ട്രോയറുകളും പിന്നീട് കരീബിയൻ കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരുന്നു. ഇവ നിലവിൽ മെഡിറ്ററേനിയൻ കടലിലുണ്ട്. ഈ വിമാനവാഹിനി കപ്പലുകളും മറ്റ് കപ്പലുകളും എത്തിയതോടെ 10,000-ലധികം US സൈനികർ മേഖലയിൽ വിന്യസിക്കപ്പെട്ടു. ഇതിനു പുറമെ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ഉൾപ്പെടെയുള്ള വിവിധ താവളങ്ങളിലായി ആയിരക്കണക്കിന് സൈനികർ വേറെയുമുണ്ട്. ഇറാനെതിരെ ഒരു വലിയ ആക്രമണം നടത്തുന്നതിന് ആവശ്യമായ 100 കണക്കിന് യുദ്ധവിമാനങ്ങളും മറ്റ് സഹായ വിമാനങ്ങളും മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. യുദ്ധസന്നാഹങ്ങളെല്ലാം ഒരുക്കിയ ട്രംപ് ഇറാന് 10 ദിവസത്തെ സമയപരിധിയാണ് ആദ്യം നൽകിയത്. എന്നാൽ ഇറാൻ ഒരു പടി പോലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല. പിന്നീട് ട്രംപ് 15 ദിവസത്തെ പരിധി നിശ്ചയിച്ചു. അപ്പോഴും ആത്മവിശ്വാസത്തോടെ സൈനിക അഭ്യാസത്തിലൂടെയും വാക്കുകൾ കൊണ്ടും മറുപടി കൊടുക്കുകയായിരുന്നു ഇറാൻ. യുദ്ധം എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നൊരു തോന്നലും മേഖലയിൽ നിലനിന്നിരുന്നു. എന്നാൽ അതിനിടെയാണ് ജനീവയിൽ വ്യാഴാഴ്ച 3ാം ഘട്ട ചർച്ചകൾ നടന്നത്. വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സമാധാനത്തിനുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ചർച്ച അവസാനിച്ചത്. 4ാം ഘട്ട ചർച്ചകൾ മാർച്ചിൽ നടത്തുന്നതിന് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്കാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. ഇറാനെതിരായ ആക്രമണം ഭരണകൂടത്തിനെതിരെയുള്ള വിപുലവും ഏകോപിപ്പിച്ചതുമായ സംയുക്ത നീക്കമാണെന്നും ഇത് ഇസ്രായേൽ US സൈന്യങ്ങൾ മാസങ്ങളായി ആസൂത്രണം ചെയ്തതാണെന്നുമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ശനിയാഴ്ച രാവിലെ പുറത്തുവിട്ട റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ 12 ദിവസം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തേക്കാൾ വളരെ ശക്തമായ ഒന്നായിരിക്കും നിലവിലെ സൈനിക നീക്കം. അതേസമയം വിശുദ്ധ യുദ്ധമെന്നാണ് ആക്രമണത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത്. സംഘർഷം ഒഴിവാക്കാൻ ഇറാൻ ഒരു കരാറിലെത്താൻ ആഗ്രഹിച്ചിരുന്നതായും എന്നാൽ ചർച്ചകൾ ഫലപ്രദമായില്ലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾക്കൊടുവിൽ തന്റെ ക്ഷമ നശിച്ചതായുമാണ് ട്രംപിന്റെ പ്രതികരണം. ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർ നിരസിച്ചു. ഇനി ഇത് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ആണവായുധങ്ങൾക്കായുള്ള ദ്രോഹകരമായ പരിശ്രമങ്ങൾ ഇനി ഒരിക്കലും തുടരരുതെന്ന് ഞങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു കരാറിലെത്താൻ ഞങ്ങൾ ആവർത്തിച്ച് ശ്രമിച്ചു. അതിനായി പരമാവധി ശ്രമിച്ചു. ഇറാൻ തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിരസിച്ചു. ഇനി ഇത് തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഇസ്രയേൽ പറഞ്ഞതുപോലെ ഇതെല്ലാം വളരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. പക്ഷേ ഇത് തീക്കളിയാണെന്നാണ് റഷ്യ അമേരിക്കയോട് പറഞ്ഞത്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ ഇറാന് ലഭിക്കുന്നത് അമേരിക്കയ്ക്ക് നേരിയ സമ്മർദ്ദമല്ല ഉണ്ടാക്കുന്നത്. ഇസ്രയേലുമായുള്ള സംയുക്ത ആക്രമണത്തിന് അമേരിക്ക മുതിർന്നത് പോലും അതുകൊണ്ടാകാം എന്നാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത്. തങ്ങളുടെ കടലും കരയും യുദ്ധത്തിന് ഉപയോഗിക്കരുതെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ നിർദ്ദേശവുമുണ്ട്. അതിനാലാണ് അമേരിക്ക ഇസ്രയേൽ തന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് അനുമാനിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തെ ഇറാൻ ഇതിനോടകം തിരിച്ചടിച്ചു കഴിഞ്ഞു. ഖത്തറിലെയും ബഹ്റൈനിലെയും US സൈനിക ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആദ്യത്തെ ആക്രമണം. ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള മിസൈൽ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തു. സമാധാനപരമായി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടതെന്നും യുദ്ധം ഒന്നിനുമുള്ള പരിഹാരമല്ലെന്നും പറഞ്ഞ് ലോകരാഷ്ട്രങ്ങളെല്ലാം മുന്നോട്ടെത്തിയിട്ടുണ്ട്. എന്നാൽ യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് അമേരിക്കയുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രതിരോധിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് ഇറാനും ഉറപ്പിച്ചു പറയുന്നു. ഇതോടെ ഒരു പതിറ്റാണ്ടിന്റെ നയതന്ത്ര ചർച്ചകൾക്ക് വിരാമമിട്ട് പശ്ചിമേഷ്യ വീണ്ടും കത്തിയെരിയുന്ന ഒരു യുദ്ധക്കളമായി മാറുകയാണ്.